നമസ്കാരം. ഓണക്കാലത്തെ വരവേൽക്കാനായി മലയാളികൾ തയ്യാറായി നിൽക്കുമ്പോൾ തൃശൂരിൽ നിന്ന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഓണാഘോഷത്തിനെതിരെ ഒരു അധ്യാപികൻ നടത്തിയ വർഗീയ പരാമർശം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. മുസ്ലിം വിദ്യാർത്ഥികൾ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപിക സന്ദേശം അയച്ചത്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപികയായ ഖദീജയാണ് ഈ വിവാദത്തിന് പിന്നിൽ. ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണെന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നും ഇവർ രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചു. സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കാനിരിക്കെയാണ് അധ്യാപികയുടെ ഉപദേശം. നമുക്ക് അധ്യാപികയുടെ ഉപദേശം ഒന്ന് കേട്ടാലോ. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അധ്യാപികക്കെതിരെ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഡിവൈഎഫ്ഐ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം എത്തിയതിന് പിന്നാലെ സ്കൂളിനെതിരെയും അധ്യാപികക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ശബ്ദ സന്ദേശം അധ്യാപികയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സ്കൂളിന്റെ നിലപാടല്ലെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ഇപ്പോഴേ ആ കുഞ്ഞു മനസ്സുകളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഷം കുത്തി നിറയ്ക്കുന്നത് നല്ലതല്ല. കേരളം എക്കാലവും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. ഒരു അധ്യാപിക തന്നെ ഇത്തരം വിഭജനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും. സ്കൂളുകളാണ് കുട്ടികൾക്ക് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്. അവിടെ തന്നെ ഇത്തരം വിദ്വേഷം വളർത്തുന്ന പ്രവർത്തികൾ നടക്കുന്നത് അത്യന്തം അപകടകരമാണ്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മതനിരപേക്ഷത എന്ന ആശയം ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് തന്നെയാണ്. ചെറിയ തോതിലുള്ള വർഗീയ പരാമർശങ്ങൾ പോലും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങളെ സമൂഹം ഒന്നടങ്കം ചേർക്കേണ്ടതുണ്ട്. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹത്തായ സന്ദേശത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. വർഗീയതയുടെ വിഷം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കുന്നത് സമൂഹത്തിൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തുകയും മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും വേണം. ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം മാത്രമല്ല, ഒരുമയുടെയും സമത്വത്തിന്റെയും മഹത്തായ സന്ദേശം ഓർമ്മിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.